അറിയാതെയൊന്നും വന്നതില്ല, തിരുമാർവിൽ ചാരിടും ഞാൻ. ഭയം ലേശം വേണ്ടിനിയും മമ യേശു എൻ വൻ തുമ്പനേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻ തുമ്പനേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻ തുമ്പനേരത്തിലും യേശു താൻ എന്നോ. ഹല്ലേലൂയ. അനുദിനവും ക്രിസ്തുയേശുവിൽ കൂടെ ജയോത്സവമായി വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം കർത്തൃസന്നിധിയിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ സ്വർഗം നമ്മളെ ഏവരെയും കൂട്ടിക്കൊണ്ടുവന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്തൃസന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ചാക്കോ പാസ്റ്റർ, ജോയ് ജോൺ പാസ്റ്റർ, ഏവർക്കും വേഗം വരുന്ന ശ്രീനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ പ്രതിയാൽ ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിലും ഒരു സാവകാശം നൽകിയതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിയാൽ ദൈവസഭയോടും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടുമുള്ള എൻ്റെ വ്യക്തിപരമായ നന്ദിയെ ആദ്യമേ തന്നെ ദൈവസന്നിധിയിൽ അറിയിക്കട്ടെ. ചുരുങ്ങിയ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവജനത്തിന് മുമ്പാകെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ മെസ്സേജിന് ശേഷം ഹിന്ദി സെഷനിലൂടെ കടന്നു ചെന്ന് അവരുമായിട്ടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു പോകുവാൻ ഒരു സാവകാശം ഈ പട്ടണത്തിൽ ദൈവം നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകളിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3:8-9 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അനുഗ്രഹീതമായ വചനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദവാക്യമാണ് ഇന്ന് പകലിൽ ഇവിടെ വായിക്കപ്പെടുവാനിടയായി തീർന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രത്തെ വിവരിച്ച് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പെന്തക്കോസ്ത് നാളിൽ ദൈവിക വാഗ്ദത്ത പ്രകാരം വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വർഗം ജനത്തിനുമേ പകർന്നു. അതിനുശേഷം ദൈവസഭയുടെ വളർച്ച, ദൈവസഭ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങൾ, അവരനുഭവിച്ച വേദനയുടെ മണ്ഡലങ്ങൾ സകലതും ആത്മാവ് ശക്തമായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-2 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പോസ്തലന്മാർ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന അവിടെ വാഞ്ചയ്ക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മറുപടിയും, അതിനുശേഷം 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അഭിഷക്തന്മാരിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടത് വളരുന്ന ആ വളർച്ചയുടെ ആഴത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ഒറ്റ മെസ്സേജിൽ തന്നെ ഏകദേശം 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായി തീർന്നു. അതിനുശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ സാഹചര്യവും അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ ആ അധ്യായത്തിൽ മൊത്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളെ ഞാൻ വായിച്ച ആ വേദവാക്യം 8-9 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു വ്യക്തി ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എപ്രകാരം ദൈവത്തോട് റെസ്പോണ്ട് ചെയ്തു എന്നും എങ്ങനെയാണ് ദൈവത്തോടു കൂടെ നടന്നതെന്നും
ആലയത്തിലേക്ക് എങ്ങനെ കടന്നുപോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ച അഭിഷക്തന്മാർ പുറത്ത് കടന്നു വന്നപ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ പകർന്നിരുന്ന അഭിഷേകം പുറത്തേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കുന്ന ദൈവകൃപകൾ നമ്മളിൽ മാത്രം ഒതുങ്ങിയിരിക്കുവാനല്ല സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാനിടയായി തീരണം. അത് നമ്മൾ കടന്നില്ലുന്ന മണ്ഡലങ്ങളിലെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരത്തക്കവണ്ണം ജീവിതങ്ങളിൽ അത് വിടുതലായി വ്യാപരിക്കുകയും വിടുതൽ പ്രാപിക്കുന്നവൻ ആലയത്തിനുള്ളിൽ കടന്നു വരുവാനിടയായി തീരണം. സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ അനേകർ വിടുതൽ പ്രാപിച്ചിട്ട് ലോകത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം വിടുതൽ പ്രാപിക്കുന്നവനെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുവാനുള്ള അഭിഷേകമല്ല, വിടുതൽ പ്രാപിച്ചവനെ ആലയത്തിനുള്ളിൽ കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വ്യാപരിക്കുവാനിടയായി തീരണം. അപ്പോൾ വിടുതൽ പ്രാപിച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ പുകഴ്ത്തി ആലയത്തിൽ കടന്നു വന്നതിൻ്റെ പിന്നിൽ ചില ദൈവപ്രവൃത്തികളുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുതകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ സവിശേഷതകൾ? എന്തു പ്രത്യേകതയാണ് ഈ അഭിഷക്തന്മാരിൽ ഉണ്ടായിരുന്നത് എന്ന ചുരുങ്ങിയ ചില നിമിഷങ്ങൾ നമ്മൾ ധ്യാനിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വിഷയങ്ങളൊന്ന് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ സ്വീകരിച്ച് ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മളെ കൃപ നൽകട്ടെ, സഹായിക്കട്ടെ. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ, ക്വാളിറ്റികൾ ഈ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ക്വാളിറ്റികൾ എന്താണ് എന്നുള്ളത് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ശ്രദ്ധിക്കണമേ, പെന്തക്കോസ്ത് നാളിൽ അഭിഷേകം പ്രാപിച്ച ദൈവജനം, അഭിഷക്തന്മാർ പ്രാപിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല. പ്രാർത്ഥനാ സമയമായപ്പോൾ അവർ ആലയത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുകയാണ്. ഇന്ന് അനേകരും സ്വല്പം ലഭിച്ചു കഴിയുമ്പോൾ തൃപ്തിപ്പെട്ട് ആയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ല ദൈവമക്കളെ, അതല്ല. മേൽക്കുമേൽ ബലം പ്രാപിക്കത്തക്കവണ്ണം, മേൽക്കുമേൽ കൃപ പ്രാപിക്കത്തക്കവണ്ണം, മേൽക്കുമേൽ അഭിഷേകം പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തുടങ്ങിയതുപോലെയല്ല, ഓരോ ദിവസമോ ആത്മാവ് നമ്മളെ പുതുക്കത്തിൽ വഴി നടത്തുവാനിടയായി തീരും. ജീവന്റെ പുതുക്കത്തിൽ അവൻ നമ്മളെ വഴി നടത്തുവാനിടയായി തീരും. നമ്മളിലൂടെ ദൈവപ്രവൃത്തി പുറത്തു വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ അഭിഷക്തന്മാരിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് അവർ പ്രാർത്ഥനാ വീരന്മാരായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും അഭിവാജ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് അവർക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. സ്തോത്രം. ഈ തിരക്കുള്ള ജീവിതത്തിന് നടുവിലും ദൈവമക്കളെ, ദൈവസന്നിധി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് വിളിച്ചവനോട് സംസാരിക്കുവാൻ, അവനോട് ഹൃദയമായി സംസാരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ വ്യാപരിക്കുവാനിടയായി തീരും. ഒരു അഭിഷക്തൻ ഇങ്ങനെ പറഞ്ഞു, the neglect of prayer is a grand hindrance to holiness. വിശുദ്ധ ജീവിതത്തിന് വളരെ തടസ്സമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ പ്രാർത്ഥനയെ അലസതയോടെ കണ്ട് അതിനെ തള്ളിക്കളയുന്നതാ. ഒരു വിശുദ്ധനായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആമേൻ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വചനത്തിൽ പറയുന്നത് പോലെ തന്നെ അതിനോട് ചേർന്ന് വീണ്ടും വചനം പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ നടുവിൽ പ്രാർത്ഥനാ വീരന്മാരും എഴുന്നേൽക്കട്ടെ. കാരണം ദേശത്തെ അടക്കി ഭരിക്കുവാൻ, പട്ടണത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ ദൈവസഭയുടെ മേൽ സ്വർഗം പകർന്നിട്ടുണ്ട് എന്ന് നമ്മൾ രുചിച്ചറിഞ്ഞതാകിയ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ.
പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കണം. വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നെഹമ്യാവിൻ്റെ മേൽ ദൈവം പ്രത്യേക അഭിഷേകവും ഉത്തരവാദിത്വവും പകർന്നു കൊടുത്തുകൊണ്ട് അവൻ ദേവാലയത്തിന് അല്ലെങ്കിൽ ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റ് അവരുടെ പണിക്ക് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു. വായിച്ചോ. ശ്രദ്ധിക്കണമേ, പ്രതികൂല സാഹചര്യങ്ങൾ എഴുന്നേറ്റപ്പോൾ, നിരാശയുടെ വാക്കുകൾ എഴുന്നേറ്റപ്പോൾ നെഹമ്യാ പറയാണ്, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. ശ്രദ്ധിക്കണമേ, അവിടെ കാവൽക്കാരെ ആക്കുന്നതിന് മുമ്പ് നെഹമ്യാവ് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിനുശേഷം പ്രവർത്തിക്കുവാൻ എഴുന്നേറ്റു. താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, വേല ചെയ്യുന്നവർ ഒരു കയ്യിൽ വാളും പിടിച്ച് പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വെളിപ്പാട് അവർ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ആ വെളിപ്പാട് ഇതാണ്: വേല വലിയതും വിശാലവുമാകുന്നു എന്നുള്ള വെളിപ്പാട് അവർ പ്രാപിച്ചുകൊണ്ട് ദൈവസേന പ്രാർത്ഥനയോടെ മുൻപോട്ട് കടന്നു പോകുവാനിടയായി തീർന്നു. ദൈവസഭയെ ദൈവം നമ്മളെക്കുറിച്ചും ഈ പട്ടണത്തിൽ ആഗ്രഹിക്കുന്ന അതാണ്. വേല വലിയതാണ്, അത് വിശാലമുള്ളതാണ്. അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മുട്ടുമേലിരുന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേറ്റെങ്കിൽ അതിനെ സാധിപ്പിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നെഹമ്യാവിനെതിരെ പദ്ധതികൾ ശത്രു ഒരുക്കിയപ്പോഴും പ്രാർത്ഥന മനുഷ്യനായ നെഹമ്യാവ് അതിന് മേലെല്ലാം ജയമേറ്റെടുത്തതുപോലെ ഓരോ ചുവട് വെക്കുമ്പോഴും വിവിധ പരീക്ഷകളും പ്രലോഭനങ്ങളും നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോഴും വേറെ ഒരായുധവും വേണ്ട, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ അതിനുമേൽ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ആമേൻ. നെഹമ്യാവിൻ്റെ പണിയെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയുടെ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ലഭിച്ച ഒരു മറുപടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10:9 ഇങ്ങനെ കാണുന്നു: പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണം തോറും സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് ഹൃദ്യമായിട്ട് ഇടപെടുകയാണ്. ഇടപെടുന്ന വിഷയം എന്ന് പറയുന്നത്, അതുവരെ അവൻ്റെ മനസ്സിൽ അവൻ പണിഞ്ഞു വെച്ച മതിലിനെ സ്വർഗം ഇടിക്കുകയാണ്. ആമേൻ. അതുവരെ അവനായിട്ട് അവൻ്റെ മനസ്സിൽ പൊക്കി വച്ചിരുന്ന യഹൂദിയ യവന വിഷയം സംബന്ധിച്ച് ദൈവം വിളിച്ച വിളിയുടെ ആഴത്തെ തിരിച്ചറിയാതെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: എന്നാ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ് വിളിച്ചു വേർതിരിച്ച് ദൈവം അവനെ നിർത്തിയിരിക്കുമ്പോൾ ഇവൻ ഇപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ സ്വർഗത്തിന് ഇവനോട് വ്യക്തമായി ഇടപെട്ടേ മതിയാകുകയുള്ളൂ. വ്യക്തമായി ഇടപെടുന്നത് എവിടെയാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് അവൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം ഇറങ്ങി വരുവാനിടയായി തീരുന്നു. പ്രാർത്ഥനാ മുറിക്കുള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയ വളർച്ചയ്ക്ക്, ദൈവിക നന്മയ്ക്ക്, വിടുതലിന് തടസ്സമായി നമ്മൾ ഉയർത്തിയിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ചു കളവാൻ തക്കവണ്ണം സ്വർഗം ദർശനങ്ങളിലൂടെ ഇടപെടുവാൻ വിശ്വസ്തനാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുയരുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മളോട് ഹൃദ്യമായിട്ട് ഇടപെടും. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന, കുടുംബത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന, തലമുറകളുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന, ദേശത്തെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല മതിലുകളെയും ഭിന്നതകളെയും എല്ലാം ആത്മാവിൽ ദൈവം കാണിച്ചു തരുമ്പോൾ അതിനെ ആത്മാവിൽ വെട്ടി ജയം പ്രാപിക്കുക അഭിഷേകമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥനയിൽ ശത്രുവിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ മാത്രമല്ല, നമ്മുടെ അകത്തളങ്ങളിൽ ശുദ്ധീകരണം വരുത്തുവാനും ദൈവം വിശ്വസ്തനാ.
സ്തോത്രം. അകത്തളങ്ങളിൽ പ്രാർത്ഥനയിൽ ശുദ്ധീകരണം വ്യാപരിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അപ്പോൾ പ്രാർത്ഥനാ സമയം അപ്പോസ്തലന്മാർ യെരൂശലേം ദേവാലയത്തിലേക്ക് അവർ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന സംഭവമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒന്ന്, ഞാൻ പറഞ്ഞു, സഭ ദേശത്ത് അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാനിടയായി തീരണം. രണ്ട്, സഭ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട് വിശാലതയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 4, 5, 6 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജന്മനാ മുടന്തനായിരുന്നു, ഗർഭത്തിൽ മുടന്തനായ ആ വ്യക്തി ജീവിതം അവിടെ ഇരുന്നു കൊണ്ട് ഭിക്ഷ യാചിക്കുകയാണ്. യാചിക്കുമ്പോൾ എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും നോക്കുമ്പോൾ പത്രോസ് പറയുന്ന മറുപടി എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുവാനിടയായി തീർന്നു. ആ വേർഡിങ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് അടുത്ത വേർഡ് ശ്രദ്ധിക്കണമേ, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഭിഷക്തന്മാരുടെ ഉള്ളിൽ വ്യാപരിച്ച ഐക്യതയുടെ മണ്ഡലം. സ്തോത്രം. പത്രോസ് പറയുന്നില്ല എന്നെ നോക്കാനല്ല പറയുന്നേ, പത്രോസ് പറയുന്ന വേർഡ് ശ്രദ്ധ, ഞങ്ങളെ നോക്കുക. ആമേ, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു: ഞങ്ങൾക്ക് വെള്ളിയോ പൊന്നോ ഒന്നും തന്നെയില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് വലങ്കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗർഭം മുതൽ മുടന്തനായി നിന്നവന്റെ നരിയാണികൾ ഉറച്ചു എന്ന് വചനത്തിൽ കാണുന്നു. എങ്കിൽ ഐക്യതയോടെ കൂട്ടായ്മയുടെ വലങ്കരം നമ്മൾ ദേശത്ത് പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ നാളുകളെ ശത്രു ഒതുക്കി വച്ചിരിക്കുന്ന, നാളുകളെ ശത്രു ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിൽ കിടക്കുന്നതിന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുവാനിടയായി തീരും. ഇന്ന് അനേക സഭകളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ നടുവിൽ ഐക്യതയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളുടെ നടുവിൽ ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ദേശത്ത് ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഐക്യത കൂടിയേ തീരൂ. ഐക്യതയോടെ നിന്ന് കഴിഞ്ഞാൽ ദേശത്ത് വലിയൊരു ജയം നമുക്ക് ലഭിക്കുവാനിടയായി തീരും. ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാക്കളുടെ ഒരുക്കത്തിൽ പ്രസാദിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ ഹൃദയം ഒരുക്കി ഏകാഗ്രതയോടെ പ്രവർത്തിക്കുന്നുവെങ്കിൽ വൻ പ്രവർത്തികളെ ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് ജനത്തിനു വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. 17:11 ഇങ്ങനെ കാണുന്നു: ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ശ്രദ്ധിക്കണേ, ആ വേർഡൊന്ന് ശ്രദ്ധിക്കണമേ. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. അടുത്ത വാക്യം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു: നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഓ, കർത്താവ് ശിഷ്യന്മാരെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആഴമാണ് നമ്മൾ വായിച്ചത്. ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചൊരു കർത്താവ്,
നാം ഒന്നായിരിക്കുന്നത് പോലെ പിതാവേ അവരും ഒന്നാകുവാനിടയായി തീരണം. ദൈവമക്കളെ, ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശരീരത്തിൽ പല അവയവങ്ങളാണെങ്കിലും ശരീരം ഒന്നാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. കണ്ണിന് കണ്ണിൻ്റെതായ പ്രവൃത്തിയുണ്ട്, കാലിന് കാലിൻ്റെതായ പ്രവൃത്തിയുണ്ട്. ശരീരത്തിലെ ഓരോ അവയവവും ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ ദൈവസഭയാകുന്ന ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. ഓരോ അവയവങ്ങളും ആ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദേശത്ത് ദൈവസഭയെ മാനിച്ചു വഴി നടത്തുക ദൈവ വിശ്വസ്ത ദൈവം തന്നെ. ആമേൻ. ആ വാക്യത്തിൽ ഒന്നുകൂടെ എന്ന് പറയുക, 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ ഇവർ ഐക്യതയെ തികഞ്ഞു വരുവാനിടയായി തീരണം. സ്തോത്രം. നമ്മൾ ഐക്യമത്യപ്പെട്ടെങ്കിൽ മാത്രമേ ലോകം ക്രിസ്തുവിനെ അറിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പറയുകയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകമറിയേണ്ടതിന് ഇവർ ഐക്യതയിൽ തികഞ്ഞു വരുവാനിടയായി തീരണം. ഇവിടെയും അപ്പോസ്തലന്മാർ അത് തന്നെയാ ചെയ്തത്. പത്രോസും യോഹന്നാനും ഐക്യതയോടെ ഒരു മനസ്സോടെ പറയുക, ഞങ്ങളെ നോക്ക്, ഒരുവനെ നോക്കാനല്ല ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഗർഭത്തിൽ മുടന്തനായവൻ്റെ നരിയാണികൾ ഉറച്ച് അവൻ ചാടി എഴുന്നേറ്റു എങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിലും അതുപോലെയുള്ള അത്ഭുത പ്രവർത്തികളെ വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനാ. എന്നാൽ ഐക്യതയോടെ നമ്മൾ മുമ്പോട്ട് പോകട്ടെ. 1, പ്രാർത്ഥനാവീരന്മാരായി മാറണം. 2, ഐക്യതയോടെ നമ്മൾ മുന്നോട്ട് പോകുവാനിടയായി തീരണം. 3, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുവാനിടയായി തീരണം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം 8-ാം വാക്യത്തിലേക്ക്, അപ്പോസ്തലപ്രവൃത്തി 3-8 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിച്ചു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തെ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അതിനുശേഷം 12-ാം വാക്യം ഒന്ന് വായിക്കുന്നു. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? അടുത്ത 12-ാം വാക്യം, 16-ാം വാക്യം, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ശ്രദ്ധിക്കണേ, വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ജനമെല്ലാം ആശ്ചര്യപ്പെട്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും നോക്കുമ്പോൾ പത്രോസിനും യോഹന്നാനും പറയുവാനുള്ളത്, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ സംഭവിച്ചതല്ല ഇത്, അവൻ്റെ നാമനിമിത്തം. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അതേ ക്വാളിറ്റി തന്നെ വിടുതൽ പ്രാപിച്ചവൻ്റെ ജീവിതത്തിലും വെളിപ്പെട്ടു. ആമേൻ. അഭിഷക്തന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിൽ വസിച്ചതുകൊണ്ട് വിടുതൽ പ്രാപിച്ചവനും അഭിഷക്തനെ പൊക്കാൻ നിന്നില്ല. ആ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ്, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഇന്ന് അനേകരും സ്വയം പുകഴ്ചയ്ക്കായും സ്വയം പ്രശംസയ്ക്കായും സ്വന്തം രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ ദൈവമക്കളെ, നമുക്ക് ഉയർത്തുവാനുള്ള ഒരു നാമം മാത്രമേ ഉള്ളൂ. സകല നാമത്തിനും മേലായ നാമമാണ് ആ നാമം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാ. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭൂമിയിൽ യാത്ര ചെയ്യുന്നെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്കല്ല ജനം പോകുന്നത്, നേരെ മറിച്ച് പുറത്തുള്ളവർ അകത്തു കടന്നുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അഭിഷേകത്തിന് മണ്ഡലത്തെ തുറക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദേശത്ത് ദൈവസഭ വർദ്ധിച്ച് അനുഗ്രഹിച്ച് അനേകരുടെ മുമ്പിൽ അത്ഭുത വിഷയമാകേണ്ടതിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന 1-2 ക്വാളിറ്റികളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിച്ചത്. 1, നമ്മൾ പ്രാർത്ഥനാ വീരന്മാരായി തീരണം. നെഹമ്യാവ് പ്രതികൂലം കണ്ടപ്പോൾ ജഡത്തിൽ ആശ്രയിച്ച് സൈന്യത്തിൽ ആശ്രയിക്കാനല്ല പോയത്, ദൈവസന്നിധി പ്രാർത്ഥിച്ച് ചുവടുവെച്ചു. എന്തു പ്രതികൂലവുമാകട്ടെ പ്രാർത്ഥനയെ നേരിട്ടുകൊള്ളുക, ദൈവം അതിനുമേൽ പ്രവർത്തിക്കും.
2, വ്യക്തിപരമായ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോയെങ്കിലേ മതിയാകുകയുള്ളൂ. പത്രോസിൻ്റെ മനസ്സിലെ കോട്ടയെ ഇടിച്ചു കളവാൻ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം അവന് ദർശനം പകർന്നു. പ്രാർത്ഥനയുടെ മണ്ഡലത്തിൽ നമ്മുടെ കുറവുകളെ കണ്ടുണരുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകുവാൻ ഇടയായി തീരും. ദേശത്ത് ദൈവസഭ അനുഗ്രഹിക്കപ്പെടേണ്ട അടുത്ത മണ്ഡലം ഐക്യതയുടെ മണ്ഡലം. ഞാനെന്നല്ല, ഞങ്ങൾ ഒരുമിച്ച്. അവിടെ വ്യക്തിയല്ല, അവിടെ സഭ ഒരുമിച്ച്. പത്രോസും യോഹന്നാനും ഞങ്ങളെ നോക്കുവിനെന്ന് പറഞ്ഞു. അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ളത് വെള്ളിയോ പിന്നോ ഒന്നുമല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നാസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. 3, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ. ഇന്ന് അനേകരും സ്വന്തം പുകഴ്ചയ്ക്കായും സ്വന്തം മഹത്വത്തിനായും ഈ പട്ടണത്തിൽ ഓടുമ്പോൾ, സ്വന്തം പേരുയരുവാൻ ഓടുമ്പോൾ, അഭിഷക്തന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ ഭക്തി കൊണ്ടല്ല, യേശുവിൻ്റെ നാമനിമിത്തം. ഇന്ന് പകലിൽ നമുക്ക് ഉയർത്തുവാനുള്ളത് ആ നാമം മാത്രം. ആ നാമത്തെ നമുക്ക് മുറുകെ പിടിക്കുവാൻ, മാനിക്കുവാൻ ദൈവം വിശ്വസ്തൻ. ഈ പട്ടണത്തിൽ ദൈവസഭയെ അതിൻ്റെ അതിർവരമ്പുകളെ വിശാലമാക്കി സർവശക്തനായ ദൈവം മാനിച്ചു വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം സമയമൊരുക്കിയ കർത്താവിൻ്റെ ദാസനോടും സഭയോടുമുള്ള വ്യക്തിപരമായ നന്ദിയെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെ ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.